കേരളത്തിലെ പ്രിയപ്പെട്ട വിജയ് ആരാധകരെ, ഞാനും വിജയുടെ ഒരു കട്ട ഫാൻസാണ്. പക്ഷേ എനിക്ക് മുഖ്യം വിജയനല്ല, കേരളത്തിലെ ജനത തന്നെയാണ്. കേരളത്തിലെ വിജയ് ഫാൻസ് അസോസിയേഷൻ വെൽഫെയർ അസോസിയേഷൻകാരെ, നിങ്ങളല്ല ഇവിടെ തമിഴകം വെട്രിക്കളം കേരള ഘടകം എന്ന് ആരംഭിക്കാൻ പോയത്. എന്നാൽ പിന്നെ ഒട്ടും താമസിക്കേണ്ട, ഇത് തന്നെയാണെന്നാ പറ്റിയ അവസരം. നിങ്ങളുടെ അണ്ണൻ നമ്മുടെ കേരളത്തിന് വേണ്ടി എന്തൊക്കെയോ നല്ല സമ്മാനങ്ങൾ കരുതിയിട്ടുണ്ട്, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ മുല്ലപ്പെരിയാർ ജലനിരപ്പ് പുതിയ ബഡ്ജറ്റ് ഉയർത്താൻ വിജയ് അണ്ണൻ തീരുമാനിച്ചു. ആഹ്ലാദിപ്പിൻ, നിർമാദിപ്പിൻ. മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്താണ് ചിന്തിച്ചുവിട്ടാൽ അതിലും 10 മടങ്ങായിരിക്കും സംഭവിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ മാറി മാറുന്ന ഗവൺമെന്റ് ഇതിനൊരു തീരുമാനം എടുക്കുന്നില്ല. അത് നമ്മുടെ സർക്കാരിന്റെ കഴിവുടെ 4 കോടി ജനങ്ങളുള്ള കേരളത്തെ പറ്റി മാറി വരുന്ന ഗവൺമെന്റ് ഇപ്പോൾ ചിന്തിക്കുന്നില്ല, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നില്ല. ഒരു സൊല്യൂഷൻ ഉണ്ട്, ഞാൻ പറയുന്നു, കേരളം തമിഴ്നാടിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് സൊല്യൂഷൻ കിട്ടും, ഉറപ്പ. അല്ലാതെ കഴിവട്ട ഈ ഗവൺമെന്റിനെ കൊണ്ട് എന്തോ ചെയ്യാനാ? പിന്നെ ഞാൻ ഒരിക്കലും വിജയ് അണ്ണനെ കുറ്റം പറയില്ല. വിജയ് അണ്ണന് കാര്യം എന്ന് വെച്ചാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് അങ്ങേർക്ക് പുള്ളിയുടെ പസങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജനതയാണ് വലുത്. അല്ലേ, അതങ്ങനെയാണ്. ഇതിനു മുന്നേ ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ മൊത്തം തമിഴ്നാടിന് ബൂസ്റ്റ് ചെയ്തുള്ള സിനിമയായിരുന്നു. അല്ലേ, നമ്മളൊക്കെ കണ്ടു കാണുമല്ലോ. പച്ചത്തമിഴൻ, തമിഴിന്റെ രക്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള കുറെ തയ്യാറാക്കിയ സിനിമ കംപ്ലീറ്റ് ആക്കിയ ശേഷം അത് പുള്ളിക്കാരൻ കുറച്ചും കൂടി റീച്ച് ആയി കഴിഞ്ഞപ്പോഴേക്ക് ഒന്ന് ഇന്ത്യ മൊത്തത്തിൽ രക്ഷിക്കുന്ന സിനിമകൾ ഇയാൾ എടുത്തു തുടങ്ങി. ഇയാളെ വെച്ച് സിനിമ എടുത്തു തുടങ്ങി. പക്ഷേ ഇവിടെ കുറേ ആൾക്കാർ, ചില മലയാളി ഫാൻസ്, ഇയാൾ എന്തൊക്കെയോ വാത്സല്യം കൊണ്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്ന മലയാളി ഫാൻസ് അസോസിയേഷൻ്റെ വിചാരം കുറേ എണ്ണം ഉണ്ട് ഇവിടെ. ഇപ്പോൾ കണ്ടില്ലേ, ഭരണം കൈ കിട്ടിയതും മിനിസ്റ്ററായി കഴിഞ്ഞപ്പോഴും മുല്ലപ്പെരിയാർ വിഷയം വന്നപ്പോഴും കേരളത്തിലെ ജനങ്ങൾ അങ്ങേ രക്ഷിക്കേണ്ട കാര്യമില്ല. അങ്ങേർക്ക് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങേർക്ക്, അത് വേറെ കാര്യം. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഇനിയും കൂട്ടും. അതിലാർക്കാ ഛേദം? അവർക്ക് വല്ല ഛേദമുണ്ടോ? ഇല്ല. അവർക്ക് കൃഷി, വ്യവസായം, അതിനുവേണ്ടി വിജയ് അണ്ണൻ ചെയ്തു കൊടുക്കുന്നു. നമുക്കും എന്താ, കേരളത്തിലല്ലേ വെള്ളത്തിനൊരു അടിയാ പോകുന്നത്, അല്ലേ? കേരളമല്ല വെള്ളത്തിൻ്റെ, എന്നിട്ട് വിജയ് അണ്ണൻ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഈ പ്രക്കാരമൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വിചാരം ഉള്ളതുപോലെ തോന്നുന്നു. നമ്മുടെ മലയാളി കുറേ പേരുണ്ട്. വിജയ് അണ്ണൻ വന്നപ്പോൾ അഭിഷേകം, ചെണ്ടകൊട്ട്, എന്തൊക്കെയാ. വിജയ് അണ്ണൻ അങ്ങനെയൊന്നുമില്ല. വിജയ് അണ്ണന് ആ ഫിലിം ഫീൽഡിൽ ഇരിക്കുമ്പോൾ മലയാളികളെ വേണം. ഇപ്പം വിജയ് അണ്ണൻ CM ആയി, അപ്പം ആരെ വേണം? തമിഴ് ജനത, തമിഴ് പസങ്ങൾ, അതാണ് വിജയ് അണ്ണന് മുഖ്യം. അതിന് വിജയ് അണ്ണനെ കുറ്റം പറയുന്നില്ല, നമ്മുടെ സർക്കാരിൻ്റെ കഴിവേടാണ്. പാറി വെറും സർക്കാരിന് ഇതൊന്ന് ഡീൽ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും കഴിവൊന്നുമില്ല. രണ്ട് വിജയ് അണ്ണനെ കുറ്റമില്ല. ഇത് വിജയ് അണ്ണൻ അന്ത വേറെ ലെവല്. ഈ കഴിഞ്ഞിടയ്ക്ക് രമേശ് ചെന്നിത്തല സാർ വിജയ് അണ്ണൻ്റെ അടുത്ത് പോയി കണ്ടിട്ട് തുഫാനുമായി പങ്കിട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞു. വിജയ് അണ്ണൻ നോ പ്രോബ്ലം, ഇതൊക്കെ നമ്മൾ ഡീൽ ചെയ്തോളാം, നിങ്ങളൊരു സഹകരിക്കാന്നൊക്കെ മുല്ലാറുണ്ട്. വിജയ് അണ്ണൻ 2 തട്ടും തട്ട് ആ ജനങ്ങൾ പറഞ്ഞിട്ട് വിജയ് അണ്ണൻ എന്നൊക്കെ സഹായിക്കാം, നോ പ്രോബ്ലം, തുഫാനല്ലേ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, ബോർഡർ ഏരിയയിലൊക്കെ ഓക്കെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യണം, നമുക്കൊരു സഹകരിക്കാം. അതൊക്കെ മുല്ലപ്പെരിയാർ അതൊന്നും കേട്ടോ കേരള ഗവൺമെൻറ് വന്നിട്ടുള്ളൂ കേട്ടാ. അതൊന്ന് ഓടിച്ചു വിട്ടിട്ടുണ്ട്. എൻ്റെ വിജയ് അണ്ണൻ്റെ സിനിമയ്ക്ക് പാലഭിഷേകവും ഒക്കെ ചെയ്ത ഞങ്ങളെ ഒത്തിരി മലയാളികളുള്ള നാട് കൂടിയാണ് ഞങ്ങളുടെ കേരളം. ഞങ്ങളെ പറ്റി കേരള സർക്കാരിന് ചിന്തയില്ല. വിജയ് അണ്ണൻ കുറച്ച് വിട്ടുവീഴ്ച ചെയ്ത ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ലൈഫായിരിക്കും വിജയ് അണ്ണ തിരിച്ച് കിട്ടുന്നത് എന്നേ ഞങ്ങൾക്ക് മലയാളികളായി ഞങ്ങൾക്ക് വിജയ് അണ്ണനോട് റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വിജയ് അണ്ണൻ്റെ ഒത്തിരി പടം കണ്ട് വിജയിപ്പിച്ച ആൾക്കാരെ ഞങ്ങൾ. മാറി വരുന്ന സർക്കാരിന് ഇതിനെപ്പറ്റി ഒരു ചിന്തയില്ലെങ്കിലും 4 കോടി ജനമുള്ള ഞങ്ങളുടെ കേരളം മുല്ലപ്പെരിയാർ പൊട്ടിയാൽ വിജയ് അണ്ണ സൈക്കിളിലെ വിജയ് അണ്ണനെങ്കിലും കുറച്ച് മനസ്സ് തോന്നി ഹെൽപ്പ് ചെയ്യണം എന്നേ മലയാളികൾ എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വിജയ് അണ്ണ അല്ലാതെ നമുക്ക് വേണ്ടി ഇവിടെ ഒരു സർക്കാരും സംസാരിക്കാൻ പോകുന്നില്ല. വിജയ് അണ്ണ ഇവിടെ തകർന്ന് അറിയാമല്ലോ, എവിടെയൊക്കെ പോകുന്നത്. ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ. വിജയ് അണ്ണ നീങ്ക ശരണം, നീങ്ക കാപ്പാത്തുങ്ക ഞങ്ങളെ, വേറെ ആരുമില്ല ഞങ്ങൾക്ക് കാപ്പാത്തുങ്ക. ഓക്കെ, should you like the video, please feel free to leave a like and comment. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഷോർട്ട് ലൈക്ക്.